നമ്മൾ പോളിസീസിൽ പർച്ചേസ് ഇമ്പോർട്ട്, അതായത് ഇൻ്റർനാഷണൽ പർച്ചേസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതിലാദ്യം തന്നെ സിസ്റ്റം ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ മൾട്ടി കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ കോളത്തിൽ ടിക്ക് ഇട്ടിട്ടുണ്ടോ നോക്കണം. ഇതില്ലാന്നുണ്ടെങ്കിൽ ടിക്ക് സേവ് ചെയ്യാം. അതിനുശേഷം ഇൻവെൻട്രി അക്കൗണ്ട്സിൽ മാസ്റ്ററിൽ കറൻസീസ് ചെക്ക് ചെയ്യുക. നമുക്ക് വേണ്ട കറൻസി ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. ഖത്തർ റിയാൽ, സൗദി അറേബ്യൻ റിയാൽ, US$, INR. ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഇന്ത്യൻ കറൻസി ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് മാറ്റി ചെയ്യാം. ആഡ് കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്യുക, അതിനുശേഷം കോഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ കറൻസി നെയിം കൊടുക്കുക. ഇന്ത്യൻ റുപ്പി സിമ്പിൾ ലീവ് ചെയ്തിടുക, നമ്മൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. ലിസ്റ്റിൽ INR വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നോർമൽ പർച്ചേസ് വിൻഡോ അല്ല എടുക്കേണ്ടത്. ഇതിൽ ഇൻവെൻട്രി പോവുക, ട്രാൻസാക്ഷനിൽ പർച്ചേസ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. ഇതിൽ സാധാ പർച്ചേസ് വിൻഡോ തന്നെയാണ് ഓപ്പൺ ആയി വരിക. അതിൽ 1-2 മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കറൻസി എന്നുള്ളിടത്ത് നമുക്ക് ആവശ്യമുള്ള കറൻസി സെലക്ട് ചെയ്യാം. നമുക്ക് ഇന്ത്യൻ റുപ്പി കൊടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് നിലവിലുള്ള റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 23 നമുക്ക് ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അതായത് ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 രൂപയാണ് ഒരു ഇന്ത്യൻ റുപ്പി. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷനിൽ നോക്കുകയാണെങ്കിൽ .0.043, അപ്പോൾ 0.043 കൊടുക്കുക. നമുക്ക് പാർട്ടി കൊടുക്കാം. തൽക്കാലം ഒരു പാർട്ടി ഇടാം. റെഫറൻസ് നമ്പർ, ഒരു ബിൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡോമി, നമുക്ക് ഇന്ത്യയിൽ നിന്ന് വന്നൊരു പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. അതിൻ്റെ നോർമൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 58.50 അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഒരു 1100 10 ബോക്സ് 1100 വെച്ചിട്ടാണ് വന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത് 47.30 ആണ്. ഈ യൂണിറ്റ് പ്രൈസും യൂണിറ്റ് പ്രൈസ് FCയും തമ്മിലുള്ള മാറ്റം, നമ്മൾ ഇൻ്റർനാഷണൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫോറിൻ കറൻസിൻ്റെ പ്രൈസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്, യൂണിറ്റ് പ്രൈസ് FC. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടായിട്ട് ഇതിലേക്ക് റിയാലായിട്ട് മാറും. അത് നമ്മുടെ കോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ ആ പ്രൊഡക്റ്റ് സേവ് ചെയ്യാം, അത്രമാത്രം.